നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2026 ആഗസ്റ്റ് മാസം 8-ാം തീയതി ശനിയാഴ്ച ദിവസം. നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത്. വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ നിന്ന് സഹകരണ ബാങ്കുകളെ ഒഴിവാക്കിക്കൊണ്ട് സർക്കാർ ഉത്തരവിറങ്ങി. ഇത് പ്രകാരം ഇനി മുതൽ വാണിജ്യ ബാങ്കുകൾ വഴി മാത്രമായിരിക്കും പെൻഷൻ വിതരണം ചെയ്യുക. കാർഷിക ബാങ്കുകൾ വഴിയുള്ള പെൻഷൻ വിതരണവും പൂർണ്ണമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് 2016 മുതൽ സഹകരണ ബാങ്കുകൾ വഴിയായിരുന്നു സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ പ്രധാനമായും നൽകിയിരുന്നത്. ഇതിനു പുറമെ നേരിട്ട് അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കുന്ന രീതിയും നിലവിലുണ്ടായിരുന്നു. പെൻഷൻ തുക കൂടുതൽ സുതാര്യമായി ഉപഭോക്താക്കളുടെ കൈകളിൽ നേരിട്ട് എത്തിക്കുക എന്നതാണ് പുതിയ സർക്കാർ ഉത്തരവിന്റെ പ്രധാന ലക്ഷ്യം. പെൻഷൻ തുക ഇനി വാണിജ്യ ബാങ്കുകൾ വഴി ഉപഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് എത്തിച്ചേരും. യാത്ര ചെയ്യാൻ കഴിയാത്ത കിടപ്പ് രോഗികൾക്ക് മാത്രം തുക നേരിട്ട് വീട്ടിലെത്തിച്ച് നൽകിയാൽ മതി എന്നാണ് പുതിയ ഉത്തരവിലുള്ളത്. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഒരു മാസത്തെ അഡ്വാൻസ് കൂടി ചേർത്ത് 4000 രൂപ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മുൻ സർക്കാരുകളൊക്കെ ഇത്തരത്തിൽ ഉത്സവ സീസണോടനുബന്ധിച്ച് ഒരു മാസത്തെ തുക അഡ്വാൻസ് ആയി തന്നെ നൽകിയിരുന്നു. ആ ഒരു പതിവ് തുടരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ച് അതൊരു തിരിച്ചടിയായി മാറാനും സാധ്യതയുണ്ട്. എന്നാൽ ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് AOY മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്ക് ഭക്ഷ്യക്കിറ്റ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ ഒരു ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടി തുടങ്ങിയതായി മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് സംസ്ഥാന സർക്കാർ സജീവമായ ഇടപെടൽ നടത്തുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഓണക്കാലത്തെ ഭക്ഷ്യവിതരണത്തിനുള്ള മുന്നൊരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിലാണ്. മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമായി ലക്ഷത്തിലധികം സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും. ഇതിനായി പണം അനുവദിച്ചു. 854 രൂപ ചെലവ് വരുന്ന 16 ഇനങ്ങൾ അടങ്ങിയ കിറ്റുകൾ ആഗസ്റ്റ് 10 മുതൽ 20 വരെ ലഭിച്ചു തുടങ്ങും. വിപണിയിലെ അരി വിലക്കയറ്റം നിയന്ത്രിക്കാൻ 1,65,932 മെട്രിക് ടൺ അരിയും 24,506 മെട്രിക് ടൺ ഗോതമ്പും ലഭ്യമാക്കും. മുൻഗണനേതര വിഭാഗത്തിലെ നീല കാർഡുകാർക്ക് 10 രൂപ 90 പൈസ നിരക്കിൽ 3 കിലോ അരിയും 8 രൂപ 70 പൈസ നിരക്കിൽ 2 കിലോ ഗോതമ്പും സ്പെഷ്യൽ ആനുകൂല്യമായി ലഭിക്കുന്നതാണ്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് ജില്ലകളിൽ ആഗസ്റ്റ് 8 മുതൽ 25 വരെ ഓണം മെഗാ ട്രേഡ് ഫെയറുകൾ ഉണ്ടാകും. മറ്റ് 11 ജില്ലകളിൽ ആഗസ്റ്റ് 16 മുതൽ 25 വരെ ഓണം ജില്ലാ ഫെയറുകളും 126 നിയമസഭാ മണ്ഡലങ്ങളിൽ ഓണം മാർക്കറ്റുകളും സംഘടിപ്പിക്കും. സർക്കാരിന്റെ 2 മാസത്തെ പ്രവർത്തന കാലയളവിൽ 448 കോടി രൂപ ഭക്ഷ്യവകുപ്പിനായി അനുവദിച്ചിട്ടുണ്ട്. അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 4 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിലെ മലയോര തീരദേശ മേഖലകളിലും മറ്റ് ശക്തമായ മഴയും വെള്ളക്കെട്ടും തുടരുന്നതിനാൽ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും 8-ാം തീയതി ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അംഗനവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ്. അതേസമയം നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾ, ഓൺലൈൻ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമല്ലെന്നും കളക്ടർ അറിയിച്ചു. പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.